നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. നഗരവികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി മൂവാറ്റുപുഴയിൽ പൊടിശല്യം രൂക്ഷം. നഗരത്തിലെ പൊതുജനങ്ങളും വ്യാപാരികളും പൊടിശല്യത്തിൽ വലയുമ്പോഴും നടപടി സ്വീകരിക്കാതെ അധികൃതർ. മൂവാറ്റുപുഴ നഗര റോഡ് വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി പൊടിശല്യം രൂക്ഷമാകുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഭാഗങ്ങൾ വെള്ളമൊഴിച്ച് നനച്ചാൽ പ്രശ്നപരിഹാരമാകുമെങ്കിലും ബന്ധപ്പെട്ട അധികൃതർ അതിന് തയ്യാറാവുന്നില്ലെന്നാണ് ആരോപണം. നഗര റോഡ് വികസനത്തിന്റെ ഭാഗമായി കോൺക്രീറ്റ് ചേമ്പറുകൾ സ്ഥാപിക്കുന്ന ജോലിയാണ് ഇപ്പോൾ MC റോഡിൽ നടക്കുന്നത്. റോഡിന് ഇരുവശവും വെള്ളമൊഴുക്കുന്നതിനും കുടിവെള്ള പൈപ്പുകളും ടെലിഫോൺ, ഇലക്ട്രിക് കേബിളുകൾ തുടങ്ങിയവ കൊണ്ടുപോകുന്നതിനുമുള്ള ചേമ്പറുകൾ സ്ഥാപിക്കുന്ന ജോലികൾ അവസാന ഘട്ടത്തിലാണ്. ഇതുമായി ബന്ധപ്പെട്ട് അരമനപ്പടി മുതൽ കച്ചേരിത്താഴം വരെയുള്ള ഭാഗങ്ങളിൽ പൊടിശല്യം രൂക്ഷമായിരിക്കുകയാണ്. പൊടിശല്യം മൂലം നഗരത്തിലെ വ്യാപാരികളും പൊതുജനങ്ങളും ദുരിതത്തിലാണ്. വ്യാപാര സ്ഥാപനങ്ങളിലെ ജീവനക്കാരിൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങളാണ് പൊടിശല്യം സൃഷ്ടിക്കുന്നതെന്നും കച്ചവട സാധനങ്ങൾ പൊടിപിടിച്ച് നശിക്കുകയാണെന്നും മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജ്മൽ ചക്കുങ്കൽ പറഞ്ഞു. കഴിഞ്ഞ 2 മാസമായിക്കൊണ്ട് റോഡ് വികസനത്തിനു വേണ്ടി എടുത്ത വീതി കൂട്ടിയ സ്ഥലങ്ങളിലെ മണ്ണ് ഈ വേനലിൻ്റെ ചൂട് മൂലം അത് ഏറ്റവും കുറഞ്ഞ പൊടി പോലെ വളർന്നുകൊണ്ട് എല്ലാ സ്ഥാപനങ്ങളിലും PO ജംഗ്ഷനിലുള്ള കച്ചവട സ്ഥാപനങ്ങൾ, തുണിത്തരങ്ങളടക്കമുള്ള മറ്റു പല ഉൽപ്പന്നങ്ങളും ഇന്ന് വിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വലിയ നഷ്ടവും, അവിടെ ഇരിക്കുന്ന പല വ്യാപാരികളും ഇന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് ശ്വാസം മുട്ടുകൊണ്ടും ഒരാഴ്ച വരെ ആശുപത്രിയിൽ കിടന്ന ആളുകൾ വരെ അവിടെയുണ്ട്, ശ്വാസം മുട്ടുള്ള രോഗികളുണ്ട്. അപ്പോൾ അത് വഴിയാത്രക്കാരെ അടക്കം ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ നിരവധി തവണ ഇതിൻ്റെ കോൺട്രാക്ടറോടെല്ലാം എല്ലാ ദിവസവും നനച്ചു കൊടുക്കാൻ മർച്ചന്റ് അസോസിയേഷൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾ അഭ്യർത്ഥിച്ചതാണ്. ഏതോ 1-2 ദിവസങ്ങളിലൊന്ന് പേരിൽ നനച്ചു പോയതല്ലാണ്ട് ആ ബുദ്ധിമുട്ട് മാറ്റാനുള്ള നടപടികൾ ഈ കോൺട്രാക്ടറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അവരെ നിയന്ത്രിക്കാൻ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ അത് ഇനിയും ഇങ്ങനെ തുടർന്നാൽ ഈ വികസനത്തിൻ്റെ പേരിൽ വ്യാപാരികൾ മാത്രമല്ല ജനങ്ങളടക്കം ബുദ്ധിമുട്ടിലാകുകയും അതിന് എന്തെങ്കിലും സംവിധാനം ഒരുക്കണമെന്ന് ഞങ്ങൾ ബന്ധപ്പെട്ട അധികാരികളോട് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ ഞങ്ങൾ മുന്നിട്ടിറങ്ങും. വെള്ളമൊഴിച്ച പൊടിശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികളുടെയും വ്യാപാരികളുടെയും ആവശ്യം. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. ഇലങ്ങവം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ സർപ്പപൂജ 2025 മാർച്ച് 11 ചൊവ്വാഴ്ച രാവിലെ. പാൽ, ഇളനീർ, മഞ്ഞൾപ്പൊടി, അഭിഷേകങ്ങൾ. പാൽപായസം, നെയ്പായസം, വെള്ള നിവേദ്യം, അപ്പം, ഇളനീർ, കദളിപ്പഴം, മലർ നിവേദ്യങ്ങൾ. കൂടാതെ 100 പാലും. എല്ലാ മാസവും 1000 നാളിൽ സർപ്പപൂജ.